ലഹരി ചെറുക്കാൻ കേരള പോലീസ്. കളമശ്ശേരി കഞ്ചാവ് കേസിലെ പ്രധാന പ്രതി പിടിയിൽ. പോളിടെക്നിക്കിലെ 3ാം വർഷ വിദ്യാർത്ഥി അനുരാജാണ് പിടിയിലായത്. കഞ്ചാവിന് വേണ്ടി പണപ്പിരിവ് നടത്തിയത് ഇയാളുടെ നേതൃത്വത്തിലെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതേസമയം കളമശ്ശേരി കേന്ദ്രീകരിച്ച് ഉള്ള ഹോസ്റ്റലുകളിൽ പോലീസിന്റെ പരിശോധന തുടരുകയാണ്. കൊല്ലം സ്വദേശിയായ അനുരാജിന് ഇന്നലെ രാത്രിയാണ് പിടികൂടിയത്. അനുരാജാണ് ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചതെന്നാണ് മറ്റു പ്രതികളുടെ മൊഴി. ഇയാളാണ് ഹോളി ആഘോഷത്തിനായി കുട്ടികളിൽ നിന്ന് പണപ്പിരിവ് നടത്തിയതെന്നാണ് സൂചന. പിരിച്ച പണം പിടിയിലായ പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖ്, ഷാലിഖ് എന്നിവർക്ക് കൈമാറുകയും അവർ മുഖേന കഞ്ചാവ് ക്യാമ്പസിലെത്തിക്കുകയുമായിരുന്നു. 10,000 രൂപ ഇവർ പിരിച്ചു നൽകിയതായി കണ്ടെത്തിയിട്ടുണ്ട്. 4 കിലോ കഞ്ചാവാണ് ക്യാമ്പസിലേക്ക് എത്തിച്ചത്. ഇതിൽ 2 കിലോയാണ് പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയത്. 3ാം വർഷ മെക്കാനിക്കൽ വിദ്യാർത്ഥിയായ അനുരാജിന്റെ സാമ്പത്തിക ഇടപാടുകളടക്കം പരിശോധിക്കുകയാണ്. കഞ്ചാവ് കൈമാറിയത് ഇതര സംസ്ഥാനക്കാരനായ സുഹേൽ ബായ് എന്നൊരാളാണെന്നാണ് പോലീസിന് നൽകിയ മൊഴി. ഇയാൾക്കു വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. അതേസമയം കളമശ്ശേരി കേന്ദ്രീകരിച്ച് ഹോസ്റ്റലുകളിൽ പോലീസിന്റെ പരിശോധനയും തുടരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി നടത്തിയ പരിശോധനയിൽ 2 ഗ്രാം കഞ്ചാവുമായി ഒരു വിദ്യാർത്ഥി പിടിയിലായി. ഭാരത് മാതാ കോളേജിലെ 2ാം വർഷ വിദ്യാർത്ഥിയായ കൊല്ലം സ്വദേശി മുഹമ്മദ് സൈദലിയാണ് പിടിയിലായത്. വിദ്യാർത്ഥിയെ രാത്രി തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. കളമശ്ശേരി പോളിടെക്നിക്കിലെ കഞ്ചാവ് വിൽപ്പന രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കൂട്ടുകച്ചവടമാണെന്നാണ് പോലീസ് പറയുന്നത്. കഞ്ചാവ് ഉപയോഗിക്കുന്നവരെല്ലാം ഇവിടെ ഒറ്റക്കെട്ടാണെന്നും പരിശോധനയ്ക്ക് പിന്നാലെ പലരും ഒളിവിൽ പോയെന്നും പോലീസ് പറയുന്നു. ന്യൂസ് 18 കൊച്ചി. കോട്ടയം പൂഞ്ഞാറിൽ കഞ്ചാവുമായി സ്കൂൾ വിദ്യാർത്ഥി പിടിയിലായതിന് സമീപത്ത് നിന്ന് കഞ്ചാവ് ചെടി കണ്ടെത്തി. പൂഞ്ഞാർ പനച്ചികപ്പാറയിൽ കാവുംകടവ് പാലത്തിന് സമീപമാണ് കഞ്ചാവ് ചെടി കണ്ടെത്തിയത്. എക്സൈസ് സംഘം സ്ഥലത്തെത്തി കഞ്ചാവ് ചെടി കസ്റ്റഡിയിലെടുത്തു. സംസ്ഥാനത്തെ ലഹരി വ്യാപനവുമായി ബന്ധപ്പെട്ട് ഉന്നതതല യോഗം വിളിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഈ മാസം 24-നാണ് യോഗം. ലഹരി വിരുദ്ധ ക്യാമ്പയിനും തുടർ നടപടിയും യോഗത്തിൽ ചർച്ചയാകും. ക്യാമ്പസുകളിൽ നിന്നടക്കം ലഹരി പിടികൂടുന്ന പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി യോഗം വിളിച്ചത്. എക്സൈസ്, പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം യോഗത്തിൽ പങ്കെടുക്കും. ഉന്നത ഉദ്യോഗസ്ഥർക്കൊപ്പം എക്സൈസ് വകുപ്പ് മന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും പങ്കെടുക്കും. ഇതുവരെ സ്വീകരിച്ച നടപടികളും ഇനി അങ്ങോട്ടുള്ള പദ്ധതികളും ചർച്ചയാകും. എക്സൈസിനും പോലീസിനും അടക്കം കൂടുതൽ ചുമതലകൾ നൽകിക്കൊണ്ട് സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിന് തടയിടാനാണ് നീക്കം.